ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് പ്രൊക്യൂർ ടു പേ എന്ന് പറയുന്ന പ്രൊസീജിയർ എന്താണ്, കമ്പനിയിൽ എങ്ങനെയാണ് സാധനങ്ങൾ മേടിക്കുന്നത്, അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനാദ്യമേ ഉണ്ടാവുന്ന എന്താണ്, ഒരു യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ആരാണ്, ആർക്കാണ് ഈ മെറ്റീരിയലിനെ കൊണ്ട് അല്ലെങ്കിൽ ഈ അസറ്റിനെ കൊണ്ട് ആവശ്യം, അവരെ യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാൻ പോകുന്ന ഒരു എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ, ഇതൊരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അവർക്ക് കുറച്ച് ആട്ടയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അവരെന്ത് പറയും, ഇന്നൊരു 10 കിലോ ആട്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അത് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. കാരണം എന്താ, സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്നത് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. അപ്പോൾ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, ഈ ആട്ട ആവശ്യമുള്ള ആട്ട അവിടെ ഉണ്ടോ എന്ന് നോക്കും. അപ്പം 10 കിലോ ആവശ്യമുള്ള ആട്ട എന്ത് ചെയ്യും, യൂസർ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ നാളെ ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള മെറ്റീരിയൽസ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. ഇതിന് വേണ്ടിയിട്ട് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പർച്ചേസ് റിക്വസിഷൻ ക്രിയേറ്റ് ചെയ്യും. പർച്ചേസ് റിക്വസിഷൻ ക്രിയേറ്റ് ചെയ്ത് ഈ പർച്ചേസ് റിക്വസിഷൻ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മെറ്റീരിയൽസ് ആവശ്യമുള്ളതാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഈ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യണം എന്ന് മനസ്സിലാവും. ഓക്കെ, പർച്ചേസ് ഓർഡർ എന്താണ്, പർച്ചേസ് ഓർഡറാണ് നമ്മൾ ഒരു വെണ്ടർക്ക് കൊടുക്കുന്നത്. ആ വെണ്ടർ ഈ പർച്ചേസ് ഓർഡർ നോക്കിയിട്ടായിരിക്കും എത്ര ക്വാണ്ടിറ്റി വേണം, ഏത് സ്റ്റോറിലേക്ക് കൊടുക്കണം, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, എത്ര നാളിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ കാര്യങ്ങൾ ഈ പർച്ചേസ് ഓർഡറിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പർച്ചേസ് ഓർഡർ വെണ്ടർക്ക് കൊടുത്തു കഴിയുമ്പം വെണ്ടർ ഇത് ഏത് സ്റ്റോറിലാണ്, എത്ര ക്വാണ്ടിറ്റിയാണ്, എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷനിലാണ് എന്ന് നോക്കി ആ മെറ്റീരിയൽ ഇതിൻ്റെ കേസിലാണെങ്കിൽ ആട്ട നമ്മളുടെ കമ്പനി കൊണ്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ കമ്പനിയിൽ ആരായിരിക്കും ഇത് റിസീവ് ചെയ്യുന്നത്, ഇത് സ്റ്റോർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഇത് റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ടീമായിരിക്കും അത് റിസീവ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും, ഒരു ഗുഡ്സ് റിസീവ് ചെയ്തു എന്ന് പറയുന്ന ഒരു അക്നോളജ്മെൻറ്റോട് കൂടി അക്കൗണ്ട്സ് പേയബിൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി വിടും. ഓക്കെ, ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് എത്ര കിലോ റിസീവ് ചെയ്തു, എത്ര എന്നുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടായിരിക്കും ഇത് വിടുക. അതിനോടൊപ്പം ഇൻവോയ്സസ് വെണ്ടർ കൊണ്ട് കൊടുത്തതും കൊടുത്തുവിടും. ഓക്കെ, എന്നിട്ട് അക്കൗണ്ട്സ് പേയബിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, ഇതൊക്കെ കറക്റ്റാണോ, എല്ലാ സാധനങ്ങളും കറക്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷനിൽ കിട്ടിയോ എന്നൊക്കെ നോക്കിയിട്ട് അതിനകത്ത് പറയുന്ന പേയ്മെൻറ്റ് ടേംസ് അനുസരിച്ച് പേയ്മെൻറ്റും കൊടുക്കും. ഈ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് പ്രൊക്യൂർ ടു പേ.